Once again, welcome back to KC's Classes. KC's Classesൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA 6th സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ സ്പെഷ്യലൈസേഷൻ സബ്ജക്ട്സ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്ജക്ട് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് ഇന്ന് ഫിനിഷ് ചെയ്തത്. സോ നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, എക്സാം റിലേറ്റഡ് ലൈവ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇന്ന് എക്സാം ഫിനിഷ് ചെയ്തു. വളരെ നല്ലൊരു പേപ്പർ തന്നെയാണ്. നമ്മൾ പറഞ്ഞ മെജോറിറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, എസ്പെഷ്യലി പാർട്ട് സിയിലും പാർട്ട് ബിയിലും. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും ആ പേപ്പറിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകാം കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. 6th സെമസ്റ്റർ UG ഡിഗ്രി എക്സാമിനേഷൻ മാർച്ച് 2024 ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് പാർട്ട് എയിൽ 15 ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമ്പർ 1 ഹെഡ്ജിങ് എന്താണ്? ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞൊരു ചോദ്യം. ഫോർവേഡ് കോൺട്രാക്ട് എന്താണ്? എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യം. നമ്പർ 3 വാട്ട് ഈസ് മാർക്കിംഗ് ടു മാർക്കറ്റ്? ഡെയിലി സെറ്റിൽമെൻ്റ് ആണ്, നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യം. സ്ട്രാഡിൽ എന്താണ്? ഞാൻ പറഞ്ഞിട്ടായിരുന്നു ടെക്നിക്കൽ ആയിട്ടുള്ളതിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ വരുന്നുള്ളത്. സ്ട്രാഡിൽ വന്നു. ദെൻ നെക്സ്റ്റ് വാട്ട് ഈസ് സ്പ്രെഡ്? ദെൻ വാട്ട് യു മീൻ ബൈ ഓപ്ഷൻ? എന്തായാലും പ്രതീക്ഷിച്ച ചോദ്യം. ദെൻ ഓപ്ഷൻ പ്രീമിയം എന്താണ്? ഈസി ബെർമുഡ ഓപ്ഷൻ എന്താണ്? സ്വാപ്പ് എന്താണ്? എന്തായാലും പ്രതീക്ഷിച്ച ചോദ്യം. ലിബോർ എന്താണ്? നമ്മൾ ലൈവിൽ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സ്ട്രൈക്ക് പ്രൈസ് എന്താണ്? പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോൾ ഓപ്ഷൻ എന്താണ്? ഡെറിവേറ്റീവ്സ് എന്താണ്? ആർബിട്രേജ് എന്താണ്? സ്പ്രെഡർ എന്താണ്? 15 ചോദ്യങ്ങളിലെ മെജോറിറ്റി ചോദ്യങ്ങൾ നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചതാണ്. വളരെ ഈസി ആയിട്ടുള്ള പാർട്ട് എ. ഓക്കെ, പാർട്ട് ബിയുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ അവിടെയോ നമ്പർ 1 എക്സ്പ്ലെയിൻ അബൌട്ട് ദി പാർട്ടിസിപ്പൻസ് ഇൻ ഡെറിവേറ്റീവ്സ്. ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ് വന്നിട്ടുണ്ട്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട്, അതും എക്സ്പെക്ട് ചെയ്തൊരു ക്വസ്റ്റ്യൻ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ, നമ്മൾ ലൈവിലൊക്കെ ഘോരം എന്താണ് ഡിസ്കസ് ചെയ്തൊരു ചോദ്യമാണ്. ഇമ്പോർട്ടൻറ്റ് ടേംസ് യൂസ്ഡ് ഇൻ സ്വാപ്പ് കോൺട്രാക്ട്, അതും പഠിച്ചതാണ്, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഓപ്ഷൻ, പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യം. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദി ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്, ഞാൻ SAക്കോ 5 മാർക്കിനോ നമ്മൾ പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ്. ദ ലിമിറ്റേഷൻസ് ഓഫ് ഫോർവേഡ് കോൺട്രാക്ട്, അതും പ്രതീക്ഷിച്ചതാണ്. ഡിസ്കസ് ദി വാരിയസ് ടൈപ്സ് ഓഫ് ഫ്യൂച്ചേഴ്സ്. അപ്പോൾ പാർട്ട് ബിയിലുള്ള മെജോറിറ്റി ചോദ്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് കണ്ടിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇനി പാർട്ട് സിയിലോട്ട് പോകുമ്പോൾ SAയുടെ നമ്പർ 1 24 ഡിസ്കസ് ദി വാരിയസ് സ്റ്റോക്ക് മാർക്കറ്റ് ഡെറിവേറ്റീവ്സ് ഇൻ ഇന്ത്യ. ദെൻ വാട്ട് ആർ ഡെറിവേറ്റീവ്സ്? വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്? ഏറ്റവും ഈസിയസ്റ്റ് ചോദ്യം 25. ദെൻ ഓപ്ഷൻ എന്താണ്? ഫണ്ടമെൻ്റൽ ഓപ്ഷൻ സ്ട്രാറ്റജീസ് വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ, അതും ഈസി. സ്വാപ്പ് എന്താണ്? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്വാപ്പ്, അത് ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചൊരു SA ചോദ്യമാണ്. 25ഉം 27ഉമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച SA ക്വസ്റ്റ്യൻസ്. സോ ദാറ്റ്സ് അബൌട്ട് ഈ ഒരു പേപ്പർ. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ലൊരു പേപ്പർ ആയിട്ടുണ്ട്. സോ ശരിക്കും നമ്മുടെ എക്സാംസ് 4 ഫിനിഷ് ചെയ്തു. ഇനി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ സ്റ്റുഡൻസിന് റിസർച്ച് മെത്തഡോളജി മാത്രമാണ് പെൻഡിങ് ഉള്ളത്. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, എക്സാമിനേഷൻ ലൈവ് ഇതൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. Have a nice day. Thank you.